അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ രജനീകാന്ത് അണ്ണൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ്, തൊട്ടടുത്ത എയർപോർട്ടാണ്. പാർക്കിംഗ് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. നല്ല എത്തിയിട്ടുണ്ട്. ഫുള്ള് ബ്രാൻഡഡിന്റെ ഷോറൂം മാത്രം. എങ്ങനെയുണ്ട്? നൈസ്, ഗുഡ് കളക്ഷൻസ്. ബാഗിന്റെ ഒക്കെ ഔട്ട്ലെറ്റ് ആണ്, ലേഡീസിന്റെ ആണേ. പണ്ടത്തെ മെഷീൻസ് ഒക്കെ ആയിരിക്കും, ഇതിലൊക്കെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത്. അർമാനിയുടെ ഷോറൂം 80% ഓഫ്. അങ്ങനെ കേരള കറി ഹൗസിൽ എത്തിയിരിക്കുവാണ്. ഹായ്, നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോ കാനഡയില് ടൊറന്റോയില് 3-ാമത്തെ ദിവസത്തെ വീഡിയോ ആണല്ലേ. 3-ഓ 4-ഓ? യെസ്, 3-ഓ 4-ഓ 5-ാമത്തെ വീഡിയോ ആണ്. എനിവേ, എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ഒരു മലയാളി ഫാമിലിയും കൂടെ ഉണ്ട്, അതും നമ്മുടെ തിരുവനന്തപുരം. അതെ അതെ അതെ, അത് ട്രിവാൻഡ്രത്ത് നമ്മൾ ഫ്ലാറ്റിന് തൊട്ട് ഓപ്പോസിറ്റ് താമസിച്ചിരുന്ന നമ്മുടെ ഗോപിക. അതെ, ഗോപിക്ക് നമ്മുടെ തൊട്ട് നൈബറാണല്ല, നമ്മുടെ റൂമിന്റെ തൊട്ട് ചേർന്നിട്ടുള്ള റൂം. നമ്മുടെ എന്താ പറയാ, ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എല്ലാരും കൂടെ. എനിവേ, ബാക്കിലുള്ളതാണ് നമ്മളിപ്പോ താമസിക്കുന്ന വീട്. എനിവേ, അടിപൊളിയാണ്. കൊണ്ടുപോവാന്ന് പറഞ്ഞു, ഒരു ഔട്ട്ലെറ്റ്. നമ്മൾ ഇന്നലെയും ഒരു സ്ഥലത്ത് പോയിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല അല്ലെ. ഡൗൺ ടൗണിൽ പോയിരുന്നു രാത്രി. ഒരു രക്ഷയില്ല, ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിവേ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ചെറുതായിട്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു ഒരു പയ്യനുണ്ട്. ആ പയ്യൻ എന്താ പറയാ, നാണം. ആ നാണക്കാരനെ ഞാൻ കാണിച്ചു തരാം. മര്യാദക്ക് ഞാൻ വിളിച്ചപ്പോ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. ഇതാണ് മിസ്റ്റർ അരുൺ. പറയൂ, എന്തൊക്കെയാണ്? ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇവിടെ പണി വരുമല്ലോ അല്ലേ? പിന്നല്ലേ, എനിക്കേ വരുവുള്ളൂ അല്ലേ പണി? അതെ 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 അതെ. ഇപ്പൊ കാറിന്റെ ഓണർക്കല്ല, ആരാണോ സീറ്റ് ബെൽറ്റ് ഇടാത്തത് അവർക്കേ വരൂ പണി. ഇനി എന്തായാലും അരുണ് കൊച്ചിയിലാണ് അല്ലെ സ്ഥലം. രാധിക വന്നിട്ട് ട്രിവാൻഡ്രം. ഓക്കെ, ഗോപിക. അതെ അതെ അതെ, ആ സംഭവം. എനിവേ, എന്തായാലും നമ്മളിതപ്പോൾ ഔട്ട്ലെറ്റിലേക്ക് പോവുകയാണ്. ഇവരെ ഇനിയിപ്പോൾ നിങ്ങൾ പരിചയപ്പെടും, നമ്മളെ കുറേ വീഡിയോസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ പരിചയപ്പെടാം. എന്തെങ്കിലും അരുണ് പറയാനുണ്ടോ? ഇച്ചിരി നാണം ഉള്ള ഒരു ടൈപ്പ് ആളാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. അതെ 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 അതെ. ഇനി എന്തായാലും നമ്മള് കുറച്ച് ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം വരും. ഇനി എന്തായാലും നമ്മളൊരു ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് പോവാണ്. അവിടെ ഓഫറൊക്കെ ഉണ്ട്. അവിടെ ഓഫർ ഉണ്ടാവും. ഓക്കെ, മീൻ നമ്മള് വാങ്ങാനാണെന്നൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം പോകുന്ന കാര്യം. എല്ലാ ബ്രാൻഡും ഉണ്ടാവും. ഇനി എന്തായാലും കാണാം അവിടെ പോയി. കാറിന്റെ ബാക്കിൽ കണ്ടമാനം സൈക്കിള് കയറ്റി. ഇനി ഇവര് എവിടെയെങ്കിലും പോയിട്ട് സൈക്ലിങ് ചെയ്യും അല്ലേ? സൺഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ അരുണ് എത്ര നാളായി കാനഡയിൽ വന്നിട്ട്? 4 കൊല്ലമായി. ഓക്കെ, ഭാര്യ? 6 മാസം. ഓക്കെ, എങ്ങനെയുണ്ട് കാനഡ? പൊളിയാണ്, സെറ്റാണ്. ഓക്കെ, ഇനി കേരളത്തിലേക്ക് ഇനി പോകൂലേ? തിരിച്ചു വരും. ഓക്കെ, ഗോപിക്ക് നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത്? ടൊറന്റോയിൽ എവിടെയാണ് പോകുന്നത്? നേരത്തെ പോയിട്ടുണ്ടോ അവിടെ? പോയിട്ടുണ്ട്. അതെന്താ അങ്ങനെ ഒരു സംശയം? ഓക്കെ, ഇനി എന്തായാലും അടിപൊളിയാണല്ലേ ഷോപ്പുകളൊക്കെ?
ഓക്കെ. വീഡിയോ രാവിലെ ഭയങ്കര ട്രാഫിക്കാണ്, ഒരു രക്ഷയല്ല. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ഫ്രൈഡേ ഇവിടെ എല്ലാവരും വേറെ എവിടെ എല്ലാം ഔട്ട് സൈഡ് ഏരിയയിൽ എവിടെയെങ്കിലും ഒക്കെ പോകും. പിന്നെ സൺഡേ തിരിച്ചു വരും. ഈ തിരിച്ചു വരുന്ന ഒക്കെ ആണെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. നശിപ്പിച്ചത് എന്താ ഒന്നുമില്ല, നമ്മുടെ ആൾക്കാരൊന്നും പറയില്ല. നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ അല്ലേ, എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി, അതുകൊണ്ടല്ല ഞാൻ അവർക്ക് പാസ് ചെയ്തത്. നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലല്ലേ അറിയാവോ. വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എൻ്റെ മക്കളെ, പല തരത്തിലും വണ്ടി. ഒന്നും നമ്മൾ എവിടെയാ പറ, അറിയൂല. നമ്മൾ ജസ്റ്റ് പുള്ളിയുടെ ഓഫീസ് വരെ വന്നേക്കുവാണ്. ഹെനിക്കെൻ്റെ നോർത്ത് വെസ്റ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് സംതിങ് ഓഫീസ് എന്തോ ആണ്. പുള്ളി വന്നിട്ട് ചോദിക്കുക എന്താ. ഹോളിഡേ ഇൻ എക്സ്പ്രസ് ആൻഡ് സൂട്ട്സ് നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എവിടെ കണ്ടിട്ടുള്ളതുപോലെ ഉണ്ട്. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ്, തൊട്ടടുത്ത എയർപോർട്ടാണ്. ഓഫീസിന്റെ തൊട്ട് ബാക്കിലാണ് ടൊറന്റോ എയർപോർട്ട്. അപ്പോൾ എപ്പോഴും ഫ്ലൈറ്റ് പോയിക്കൊണ്ടേയിരിക്കും. നേരത്തെ ഒരെണ്ണം തൊട്ടടുത്തൂടെ, കുറച്ചും കൂടെ അടുത്തൂടെ പോയതുപോലെ തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത്. ഇതാ ഒരു ഫ്ലൈറ്റ്, ഇതാ അടുത്ത മറ്റേ ബസ് വരുന്നത് പോലെ, മിനിറ്റിന് ബസ് വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഫ്ലൈറ്റാണ്. ഇപ്പൊ വന്നത് പ്രൈവറ്റ് ജെറ്റ് ആണ്. പുറകെ വേറെ ഒരു ഫ്ലൈറ്റ് വന്നോണ്ടിരിക്കുന്നത്. എയർ കാനഡ ഇത്ര അടുത്ത് കണ്ടോ എടാ, ഫ്ലൈറ്റ് കിടക്കുന്നതാണ്, എയർപോർട്ടാണ്. ഓ, എന്തോ വലിയ ഫ്ലൈറ്റ് അത്. വോൾഗ എയർ കാനഡ കയറുന്നു. നമ്മൾ ഈ എയർപോർട്ടിൽ തന്നെയാണ് വന്നിറങ്ങിയത്. നല്ല എത്തിയിട്ടുണ്ട്. ഫുള്ള് ബ്രാൻഡഡിന്റെ ഷോറൂം മാത്രം. സ്റ്റാർബക്സിന്റെ ഒക്കെ പ്രീമിയം ഔട്ട്ലെറ്റ്സ്, ടോൺ ഓഫ് ഫിൽട്ടൺ ഹിൽസ് ബിൽഡിങ്ങിന്റെ പേരാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിരിക്കുവാണ്, നമ്മുടെ പ്രീമിയം ഔട്ട്ലെറ്റിൽ. പാർക്കിംഗ് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ നമ്മൾ അരുൺ ബ്രോ ഒരു ഗ്യാപ്പ് കിട്ടി, ഗ്യാപ്പിലങ്ങ് കയറ്റി കള. അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ പ്രീമിയം ഔട്ട്ലെറ്റിൽ വന്നിരിക്കുവാണ്. ഇവിടെ കുറേ കണ്ടമാനം ബ്രാൻഡുകളുണ്ട്. ഈ ബ്രാൻഡുകളുടെയൊക്കെ പേരുകൾ നമുക്കറിയില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ അറിയാം. എനിവേ എന്തായാലും നമ്മൾ ആ ഷോപ്പുകളിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വാങ്ങൂലേ എന്നുള്ളത് അവിടെ ചെന്നിട്ട് പറയാം. അമ്മ സീനായി നിൽക്കുകയാണ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ രജനീകാന്ത് അണ്ണൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മൂന് ഹാപ്പി ആവുന്ന ഒരു സംഭവം കണ്ടു. അമ്മു ഇതാ % ഓഫ് ആണ്. എങ്ങനെയുണ്ട്? നൈസ്, ഗുഡ് കളക്ഷൻസ്. ജോലിയോടെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മേടിക്കാം. ഗൈസ്, നമ്മുടെ
നമ്മളിപ്പോൾ ആദ്യം കയറിയ ഔട്ട്ലെറ്റില് സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്, പക്ഷെ നമ്മുടെ റേറ്റിന്റെ അനുസരിച്ച് സിങ്ക് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറി കയറുകയാണ്. ഭയങ്കര തിരക്കാണ്. ഈ സൺഡേ ആയതുകൊണ്ടാണോ ഈ തിരക്ക്? ബാഗിന്റെ ഒക്കെ ഔട്ട്ലെറ്റ് ആണ്, ലേഡീസിന്റെ ആണേ. ലിവൈസിന്റെ ഷോറൂമിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഇതുമാത്ര കളക്ഷൻ. 50% ഓഫ് ഉണ്ട്, പക്ഷെ എല്ലാം 100 കാഡൊക്കെയാണ്. അതിന്റെ 50, അതായത് ഇപ്പൊ 49 സംതിങ്. ഇതൊക്കെ ടീഷർട്ട്, ബേസിക് ടീഷർട്ട് ഒക്കെ 34 കാഡിന്റെ 50 വെച്ച് നടക്കുന്നത് 17 ഒക്കെ 17. കൊള്ളാം. നാട്ടിൽ വാങ്ങിക്കാൻ പോകുന്നു. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. തയ്യൽ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, തയ്യൽ മെഷീനൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പക്ക ലെതറാണ്, എല്ലാം ഒറിജിനൽ ലെതറാണ്. ആ റേറ്റും ഉണ്ട്. ലെതറില പഴയ പണ്ടത്തെ മെഷീൻസൊക്കെ ആയിരിക്കും, ഇതിലൊക്കെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത്. അതിന്റെ ഡെമോ ചെയ്യിക്കുന്നതാണെന്ന് തോന്നുന്നു. ചോക്ലേറ്റിന്റെ ഷോപ്പിലേക്ക് കയറുകയാണ്. ചോക്ലേറ്റ് മേടിക്കാൻ വന്നതാണോ? ചോക്ലേറ്റ് ഇഷ്ടമാണോ? ശരി. ഓൾഡ് നേവി എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്ലെറ്റ് വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. നോക്കാം.
അല്ല കുടയുണ്ട്, കുടയുണ്ടെങ്കിൽ വാങ്ങിക്കും. ഇതവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ. ഇപ്പോൾ ഞാൻ കെയർ ചെയ്ത ഒരു ലക്ഷറി കൂളിംഗ് ഗ്ലാസിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ്. ഏകദേശം എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പൊളിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ വായി നോക്കി നടക്കാം. നമ്മൾ വരും, നമ്മളിപ്പോ കാനഡ വന്നതല്ലേ ഉള്ളൂ. അതെ, അപ്പോൾ ഇനി ജോലിയൊക്കെ സെറ്റ് ആവാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഒരു പടി പോലും വെച്ചിട്ടില്ല. അപ്പം മീൻ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് ഫ്രണ്ട് സർക്കിൾ നമുക്ക് കിട്ടി. മീൻ ഇങ്ങനെയൊക്കെ വരാൻ പറ്റിയത് തന്നെ, അതന്നെ, അത് വരാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമാണേ. ഇതൊക്കെ കാണാനും അന്ന് ഒരാഴ്ച കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതെ, നമുക്ക് അങ്ങനെ ഇത് വാങ്ങാൻ ഓൾറെഡി നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഡ്രസ്സൊക്കെ നമ്മുടെ ആവശ്യം പോലെ ഉണ്ട്. ഒരു ഇട്ടിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഡ്രസ്സുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങിക്കാനൊന്നും ഇല്ല പ്രത്യേകിച്ച്. കൂളിംഗ് ഗ്ലാസ് തന്നെ പല വെറൈറ്റി സാധനം എൻ്റെ കയ്യിലുണ്ട്. സെറ്റാണ്. പിന്നെ നമ്മളെ ഈ ബ്രാൻഡുകളും നമ്മുടെ അവിടെയൊക്കെ നമുക്ക് കുറച്ച് ബ്രാൻഡുകളൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ എല്ലാ ബ്രാൻഡുകളും ഉണ്ട്, നമ്മൾ കാണാത്ത ബ്രാൻഡുകളും ഉണ്ട്. പിന്നെ ലെതറിന്റെ ഒക്കെ ഐറ്റംസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു വാങ്ങണമെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇങ്ങനെ ഒരു സ്ഥലം എന്തായാലും നമ്മൾ ഒരിക്കൽ വരും, വന്നിട്ട് ഇഷ്ടമുള്ള സാധനം നമ്മൾ വാങ്ങിക്കും. അപ്പൊ ഞാൻ ഈ വീഡിയോ കാണിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സമയം 3:30 മണി കഴിഞ്ഞു. 5 മണിക്ക് മഴ പെയ്യുന്നത് നമ്മുടെ മാപ്പിലോ വെതറിന്റെ ഇതിനകത്തുണ്ടാവും. കറക്റ്റ് പക്കയായിരിക്കും. ഒരു അടി അങ്ങോട്ടോ ഒരു അടി ഇങ്ങോട്ടോ ഉണ്ടാവില്ല, കറക്റ്റാ പെയ്തിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ഈ പറഞ്ഞത് മഴ പെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെയ്യില്ല, പെയ്യും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ പെയ്യും, ഉറപ്പായിട്ട് പെയ്യും. ഇവരിതാ വൻ പർച്ചേസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഓക്കെയാണ്. മഴ വരും അല്ലേ? ഓക്കെ. അടിപൊളി ജാക്കറ്റ് കിടപ്പുണ്ട്. നമ്മുടെ അർമാനിയുടെ ഷോറൂം 80% ഓഫ്. നൈക്കിയുടെ ഷോറൂമിലേക്കുള്ള തിരക്കാണ്. ഇവിടെ ക്യൂ ഒക്കെയാണ്. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും മാർജി ഫ്രീയിലേക്കുള്ള ക്യൂ ആണെന്ന് വിചാരിച്ചു, പക്ഷെ നൈക്കിയിലേക്കുള്ള ക്യൂ ആണ്. ട്രെയിനൊക്കെ ഉണ്ട്. അമ്മോ കണ്ട, Not yet. We're working on that. But once we get that, I want the ഇഷ്ടപ്പെട്ടോ? പ്രീമിയം ഔട്ട്ലെറ്റിന്റെ വിസിറ്റ് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാൻ പോവുകയാണ്. എങ്ങോട്ട് പോവുകയാണെന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. പോരില്ല,
അപ്പൊ ഇനി നമ്മൾ എന്താ പരിപാടി? ഇനി നമ്മൾ ആ. റെസ്റ്റോറന്റിൽ പോകുന്നു, കഴിക്കുന്നു. ഓ, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ആരാണ്? എന്നെ കുറിച്ച് ഓ, അതെ. ക്യാമറ മാറ്റി വെക്ക്, എന്നെ കാണിക്കണ്ട, എനിക്ക് സംസാരിക്കാൻ പറ്റൂല, എനിക്ക് വരൂല വാക്കുകള്. ഇപ്പൊ എവിടെ പോ? റെസ്റ്റോറന്റിൽ പോകുന്നു. ഓക്കെ, ഇനി എന്തായാലും ഏത് റെസ്റ്റോറന്റിലാ പോകുന്നേ? കേരള കറി ഹൗസ്. കേരള കറി ഹൗസ്. ഓക്കെ, ശരി. അവിടെ അടിപൊളി ഫുഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കേരള ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ എന്താണ് ബൊഫേ ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ബൊഫേ ഉണ്ടാവില്ല. നമുക്ക് പോയി നോക്കാം അല്ലേ? അതെ, പോയിട്ട് നോക്കാം. ഇതെന്ത് പോവാ ഇത്? ചേട്ടാ, രക്ഷയില്ല. അതായിരിക്കും. അതെ അതെ അതെ, ഒരുമിച്ച് നിൽക്കുമ്പോ അതിനൊരു ഭംഗിയാണ്. മലയാളീസാണ്. ഇതൊക്കെ ഒറിജിനൽ. നമ്മൾ കേരള ഹോട്ടലിൽ എത്തിയിരിക്കുവാണ്. കേരള കറി ഹൗസ്. അങ്ങനെ കേരള കറി ഹൗസിൽ എത്തിയിരിക്കുവാണ്. ബിരിയാണി. ഇത് ഇതാണോ മരച്ചിനി അല്ലേ? അത് തന്നെ, കപ്പ. അതെ, നല്ലതാണോ അതിന്? ആണോ? ബാക്കിലെ ആണോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ലൈറ്റായിട്ട് തുടങ്ങിയതേ ഉള്ളേ. എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം. നിങ്ങള് വരാറുണ്ടോ നേരത്തെ? ഇതാണോ? ഇത് രക്ഷയില്ല കേട്ടോ. ഫിഷാണ് കേട്ടോ. നമ്മളിത് 24 കനഡിയൻ ഡോളറാണ് കേട്ടോ. ബൊഫയാണ്. 1 മണിക്കൂർ നമുക്കെല്ലാം കഴിക്കാം. എല്ലാം ഉണ്ട്. ബെവറേജസ് ഉണ്ടെങ്കിൽ ബെവറേജ് വേണമെങ്കിൽ കഴിക്കാം, അടിക്കണമെന്നുണ്ടെങ്കിൽ. ബാക്കി ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഡെസേർട്ട് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇഡ്ഡലി, സാമ്പാർ, നമ്മുടെ നാടൻ ഫുഡ് എല്ലാം ഉണ്ട്. പൊളി. ഈ ബീഫ് കറി വന്നിട്ട് അടിപൊളി കേട്ടോ. ഈ ബീഫ് കറി പൊളി, രക്ഷയില്ല. ബീഫ് അന്യായം ഉണ്ട, അന്യായം. ഇത് ലാഭമാണ്. കാരണം ഞങ്ങൾ ഇന്നലെ കുറച്ച് സ്ഥലത്തൊക്കെ നോക്കിയപ്പോൾ പൊറോട്ടയും കുറച്ച് കറിയും $17 ഒക്കെ ഉള്ളു. $24 ഇത്രയും അടിപൊളി. ഇതൊക്കെയുണ്ട്. ഉഴുന്ന വട, കുട്ടി ചെറിയ പഴംപൊരിയാണ് ഇത്. പഴംപൊരി, പിന്നെ സമോസ, സമോസ, സ്പ്രിംഗ് റോള്, ചിക്കൻ സൂപ്പ് ഉണ്ട്. ചിക്കൻ സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്, പിന്നെ ഇത് ഫിഷ് പക്കോട. ഇത് ഒരു രക്ഷയല്ല. ഫിഷ് പക്കോട അടിപൊളിയാണ്. പൂരി ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ, പൊട്ടാറ്റോ മസാല, ഇതെന്തുവാ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, ഇത് തോരനും ഫിഷ് കറി. ഫിഷ് കറി പിന്നെ നമ്മുടെ ഇത് വെജിറ്റബിൾ
കറി. വെജിറ്റബിൾ കറി അല്ലേ ഇത്? കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി ഉണ്ടല്ലോ, ഇതാണ് കപ്പ ബിരിയാണി. എന്താണ് ശകലേശം ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു എല്ലാരും. ബീഫാണ്, പിന്നെ ഇതാ നല്ല കുത്തിരി ചോറ്, ഇതാ ചിക്കൻ ബിരിയാണി, പിന്നെ മന്തിയാണ്, മട്ടൻ ബിരിയാണി. ഇത് ഒരു രക്ഷയല്ല കേട്ടോ, ഇത് നല്ല ഫ്ലേവറാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സാമ്പാറ്, പിന്നെ നമ്മുടെ കത്തിരിക്ക പൊരിയല്, പിന്നെ നമ്മുടെ ഡാൽ കറി, ബട്ടർ കറി, പനീർ ബട്ടർ, പിന്നെ തോരൻ, അവിയല്, മുട്ടക്കറി ഉണ്ട്. ഇത് കോളിഫ്ലവർ കറി, ഇത് കുറുമ, ചിക്കൻ. ഈ ചിക്കൻ ഒരു രക്ഷയല്ല കേട്ടോ, നല്ല ടേസ്റ്റ്. ഏതാ ചിക്കൻ അടിപൊളിയാ. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ മസാല ഉണ്ട്, പിന്നെ സ്റ്റൂ ഉണ്ട്. പൊളിയാണ് കേട്ടോ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ മിസ്സിങ് ഇപ്പം മാറി കേട്ടോ. കുറേ നാളുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. നമുക്ക് എല്ലാം കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ മിസ്സിങ് അങ്ങ് തീർന്നു. ഞാൻ ഇച്ചിരി ചോറും അവിയലും നമ്മുടെ മത്തി ഫ്രൈയും, ഇച്ചിരി മരിച്ചിനി അല്ലല്ലോ, നമ്മുടെ എന്താണ്, ഇച്ചിരി കപ്പ ബിരിയാണി. നല്ല ടേസ്റ്റാണ്. എന്റെ മക്കളെ ഒന്നും പറയണ്ട. കിഴി ഇതാ നല്ല ഫിഷ് ഫ്രൈ. നാട്ടിൽ നിങ്ങൾ ഇതൊക്കെ കഴിക്കണുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വാ, കഴിക്കാം. ഇവിടെ ഉണ്ടോ? എന്തോ സാധനം? ഫ്രൂട്ട് കസ്റ്റാർഡ്. പായസം, 2 ഐറ്റം പായസം. 2 പായസം കൊള്ളാവോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇച്ചിരി പുഡിങ്, ഇച്ചിരി ഒരു കപ്പ് കേക്ക് എടുത്തു, പിന്നെ ഫ്രൂട്ട് സലാഡ് അല്ലേ, ഫ്രൂട്ട് സലാഡ്, പിന്നെ നമ്മുടെ പായസം. അപ്പൊ സെറ്റാണ് കേട്ടോ. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞ ഇയാൾ ആവശ്യമില്ലാത്ത എല്ലാം എടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളതൊന്നും കൊടുത്തില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. ഇനി രാത്രിയുള്ള ഭക്ഷണം ഇല്ല എന്നായിരിക്കും ബാക്കിലുള്ള ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. രാത്രിയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടേ കിടക്കുള്ളൂ അല്ലേ അരുൺ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയോ? മിസിസ് സാഗ അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരള കറി ഹൗസ്, അങ്ങനെ വേണമെങ്കിലും പറയാം. അതെ, ചിലപ്പോൾ നമ്മൾ ഈ കേരളീയ മലയാളികളായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വായിൽ ചിലപ്പോൾ വന്നില്ല എന്ന് വിചാരിക്കും, വരും. അപ്പോൾ നിങ്ങൾ അത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ കുറേ കാര്യങ്ങളും കുറേ കാനഡ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.